കരുണാസാഗരത്തിൻ പൊന്തിരയിൽ ഞാൻ ഒരു കൊച്ചു തോണിയായി ഒഴുകിടട്ടെ. കർത്താവിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു 50 സങ്കീർത്തനം അതിൻ്റെ അവസാന വാക്യം നമുക്ക് വായിക്കാം. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ശ്രേഷ്ഠമേറിയ ഒരു നല്ല ദൂത്. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ചിലപ്പോൾ നമ്മൾ ഒരു പാട്ട് കേൾക്കുമ്പോഴാണെങ്കിലും കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അല്ല കർത്താവിൻ്റെ സ്നേഹത്തെ വിശേഷിപ്പിക്കുന്ന മനോഹരമായ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ സ്തോത്രം എന്ന യാഗം ആരും പറയാതെ നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ ദൈവത്തിന് സന്നിധി കൊടുത്തു. അതേപോലൊരു വചനം, അതേപോലുള്ള ഉപദേശം, ഹല്ലേലൂയ, മനസ്സിനെ തട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് സമാധാനവും സന്തോഷവും ഏകുന്ന ഒരു ഉപദേശമായിരിക്കട്ടെ, ഒരു തിരുവചനമായിരിക്കട്ടെ, കേൾക്കുമ്പോൾ കർത്താവിന് നമ്മൾ മഹത്വം കൊടുക്കും. അറിയാതെയാണെങ്കിലും ദൈവമക്കളെ സ്തോത്രയാഗം അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തും. ആമേൻ, സ്തോത്രം. ആരാധനയുടെ മധ്യത്തിലാണെങ്കിലും ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ആ ദൈവവചനത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇരിക്കുന്നിടം മറന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ, സ്തോത്രയാഗം ദൈവസന്നിധി സമർപ്പിക്കുവാൻ നമ്മളെ എല്ലാവരുടെയും ഹൃദയത്തിൽ പ്രേരിപ്പിക്കുന്ന കാര്യം ഇത് മാത്രമാണ്. നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ആ പാട്ടിലെ വരികൾ, തിരുവചനത്തിലെ ആ വാക്യങ്ങൾ, ഏറ്റവും ഹൃദയസ്പർശിയായി ദൈവം പ്രവർത്തിച്ച അത്ഭുതമേതിന് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കും. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ആമേൻ. തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. ആ നടപ്പിനെ ഒന്ന് ക്രമപ്പെടുത്തിയ സ്തോത്ര, ഹല്ലേലൂയ. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ദൈവം വെറുക്കുന്നു എന്ന വചനമുണ്ട്. ക്രമത്തിന് തന്നെ പോകാൻ നമുക്കെല്ലാവർക്കും ദൈവമക്കളെ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരുടെയൊക്കെ ജീവിതത്തിലെ ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകൾ അത് ക്രമമായിട്ട് തന്നെ നമുക്ക് ചെയ്തു പോരാൻ ചിലപ്പോൾ ചില തടസ്സങ്ങൾ നീട്ടാം. പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മളെ വേർപിരിക്കുന്നത് ആരാ? ഏത് മഹാകഷ്ടത്തിലും സങ്കടത്തിലും വേദനയിലും എവിടെയായിരുന്നാലും കർത്താവ് ഏൽപ്പിച്ച വേല കൃത്യമായി ചെയ്യും. ജീവിതത്തിൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ മാറ്റിവെച്ചാലും നമ്മുടെ ശുശ്രൂഷയ്ക്ക് തടസ്സമില്ല. ക്രമപ്പെടുത്തുന്ന ഒരനുഭവമാണ്. ദൈവമക്കളെ വിശ്വാസത്തിൽ നമ്മൾ ബലപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ കടന്നു വരാം. പക്ഷേ അപ്പോഴും ആ സമയത്ത് കൃത്യസമയത്തുള്ള പ്രാർത്ഥന, കൃത്യസമയത്ത് ആരാധന കൂടുന്നത്, കൃത്യസമയത്ത് വചനം വായിക്കുന്നത്, അതൊക്കെ നമുക്ക് തടസ്സമില്ല. ആമേൻ, സ്തോത്രം. അത് വളരെ ഭംഗിയായിട്ട് പോകുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കർത്താവ് നടത്തിക്കൊള്ളും. ആമേൻ. ഇവിടെ നമുക്കൊരു തടസ്സമുണ്ടാകാതിരിക്കട്ടെ. വചനം കേട്ടോ, സ്തോത്രം എന്ന് യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. തീർച്ചയായിട്ടും ദൈവമക്കളെ വിശ്വാസത്തോടെ മുമ്പോട്ട് പോകുന്നവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. എന്നിരുന്നാലും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിൽ ആശ്രയം വെച്ചുകൊണ്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷ നമ്മൾ കാണും. ദൈവമക്കളെ അത് നമുക്ക് നമ്മുടെ കൺമുന്നിൽ കാണാൻ ഇടയാകും. അതാണ് വിശ്വാസ ജീവിതം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിത ആത്മീയ യാത്രയിൽ ഏറെ മഹത്വമുള്ള ആ ദൈവത്തിൻ്റെ കൃപകളെ സാക്ഷീകരിക്കുവാനും തുടർച്ചയായിട്ട് നമുക്കതൊരു തടസ്സമില്ലാതെ, ആമേൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് ഒരു തടസ്സമില്ലാതെ മുമ്പോട്ട് വന്ന ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര് എന്നൊരു ചോദ്യത്തിൻ്റെ മുമ്പിൽ ദൈവമക്കളെ നമ്മളെല്ലാവരും കർത്താവ് തന്ന കൃപകളെ ഒന്ന് ഓർത്താൽ, കർത്താവ് നമ്മളെ നടത്തുന്ന നന്മകളെ ഓർത്താൽ ദൈവത്തിന് സ്തോത്രം. ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചില്ലേ, ഇത്രത്തോളം ദൈവം നമ്മളെ അനുഗ്രഹിച്ചില്ലേ. ഇപ്പോഴത്തെ വരെയും വരുമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ? നേരിട്ട പ്രശ്നങ്ങൾ, കഷ്ടങ്ങൾ, കണ്ണുനീര്, നിന്ന, പരിഹാസം, നഷ്ടങ്ങൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഓർത്തോ ദൈവമക്കളെ, ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചില്ലേ. ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ ദൈവശക്തന അവങ്കിലേക്ക് നോക്കിയാൽ ആരും ഒരു നാളും രചിച്ചു പോയിട്ടില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ജീവിതത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവേ വിശേഷതയേറിയ അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ ദൈവം ദാനം തന്നുകൊണ്ട് ഞങ്ങളെ വഴി നടത്തുമ്പോൾ സ്തോത്രം എന്ന യാഗം അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളെ വീണ്ടെടുത്ത വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവെ, നടപ്പിനെ ക്രമപ്പെടുത്തിക്കൊണ്ട് ദൈവം നടത്തിയ കൃപകളെയൊക്കെ ഓർത്തുകൊണ്ട് ദൈവം തരുന്ന കാണിച്ചതിൻ്റെ രക്ഷയെ കണ്ടുകൊണ്ട് മഹത്വമുള്ള സാക്ഷിയെ തീരുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കണമേ.
കർത്താവെ, നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും കർത്താവ് എടുത്ത് മാറ്റിക്കൊണ്ട് മഹത്തായ ദൈവത്തിൻ്റെ കൃപകളെ, ഹല്ലേലൂയ, സ്തോത്രം, ഓരോ ദിവസവും വിശേഷിപ്പിക്കുവാൻ, സാക്ഷ്യം പറയുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്ന ദൈവം അനുഗ്രഹിക്കണമേ. അവിടുത്തെ കരം ഞങ്ങളെ ഒന്ന് തൊട്ടാൽ കർത്താവേ, യേശുവേ സ്തോത്രം, സൗഖ്യം പ്രാപിക്കും കർത്താവേ, സമാധാനം പ്രാപിക്കും പിതാവേ. രോഗാവസ്ഥയിലിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, സൗഖ്യമാക്കണമേ. ആ കരവൊന്ന് തൊട്ട് സൗഖ്യമാക്കണമേ കർത്താവെ. സൗഖ്യത്തോടു കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ഉപകരണമായി തീരുവാൻ കർത്താവ് സഹായിക്കണേ. കർത്താവിൻ്റെ കരവൊന്ന് തൊട്ടാൽ മതി കർത്താവെ. വീണ്ടെടുപ്പ്, വിടുതൽ, സമാധാനം, നിത്യജീവൻ പ്രാപിക്കുവാൻ ആ കരവൊന്ന് തൊട്ടാൽ മതി കർത്താവെ. ആ കരസ്പർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കളെ ഒന്ന് തൊട്ടനുഗ്രഹിക്കണമേ. മഹത്വമുള്ള സാക്ഷ്യം പറഞ്ഞ ദൈവം എല്ലാവരെയും ഒരുക്കണേ. യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ സ്തോത്രം.